ഒരുപാട് പുതിയ പുതിയ കലാകാരെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ കലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നറിയാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ കലോത്സവ വേദികളിൽ എത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് തൃശ്ശൂരിൻ്റെ സ്വന്തം നമ്മുടെ സ്വന്തം പ്രിയനന്ദനൻ സാറാണ്. സാർ നമസ്കാരം. സാർ വെൽക്കം. കലോത്സവ വേദികളിൽ എപ്പോഴും സാർ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് പോകുന്ന ആളാണോ അതോ തൃശ്ശൂർ ആയതുകൊണ്ട് ഇറങ്ങിയതാണോ? അല്ല, നമ്മൾ കല ആസ്വദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടോ നമ്മൾ അവിടെയൊക്കെ പരമാവധി എത്താൻ ശ്രമിക്കാറുണ്ട്. ഏത് വേദിയാണ് കൂടുതൽ കണ്ടിരിക്കാൻ ഇഷ്ടം? നാടകം തന്നെയാണ്. തീർച്ചയായും. നാടകം നമ്മൾ കഴിഞ്ഞു. രണ്ട് ദിവസം കണ്ടിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ അവതരണമൊക്കെ ഇപ്രാവശ്യം? ഓരോ വർഷം തോറും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, സബ്ജക്റ്റിലായാലും എല്ലാത്തിലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ മാറ്റങ്ങൾ ഉള്ളതായിട്ടോ? അല്ലെങ്കിൽ കലോത്സവത്തിലെ നാടകങ്ങൾ എങ്ങനെയുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതം കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ അസാധാരണമായിട്ടുള്ള പ്രതിഭകളാണ്. അത് നടന്മാരായാലും നടികളായാലും. പെൺകുട്ടികളാണ് ഒരു കാര്യത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വ്യത്യസ്തമായ തരത്തിലുള്ള മികവ് പുലർത്തുന്നതും പെൺകുട്ടികളൊക്കെ തന്നെയാണ്. ഒരു മോശമില്ല, അത്ര ആണ് അവർ, അത്ര ഗംഭീരമാണെന്നുള്ളതാണ്. അത് ഇപ്പോഴാണോ, ഈ ഒരു കാലഘട്ടത്തിലാണോ സാറിന് ആ ഒരു ഫീൽ? അതായത് പെൺകുട്ടികളാണ് അഭിനയത്തിൽ മികവ് കാട്ടുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഈ ഒരു കാലഘട്ടത്തിലാണോ അതോ പൊതുവെ അങ്ങനെയാണോ? സത്യത്തിൽ എല്ലാ കാലഘട്ടത്തിലും ആണ്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ അങ്ങോട്ട് അവരെ മുന്നിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും അവരെ ഒരു പിടിച്ചു നിർത്തുക എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടാവും. കാരണം നാടകത്തിൽ നിന്ന് വന്ന ഒരുപാട് അതുല്യ പ്രതിഭകൾ, സ്ത്രീകളായിട്ടുള്ള അതുല്യ പ്രതിഭകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അപ്പോൾ അത് സാറ് പറഞ്ഞത് ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. നാടകത്തിലായാലും അഭിനയകലയിലായാലും സ്ത്രീകൾ കുറച്ച് ഒരുപടി മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. എല്ലാ തരത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ സൈഡിലാണെങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് അതിനോട് ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ അത് പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും നല്ല ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരാണ്. അതായത് പണ്ടൊക്കെ അവർക്ക് അവസരങ്ങൾ മുന്നോട്ട് വരാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം വഴി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉണ്ടാവാം. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രമങ്ങൾ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം കൂടെ നമ്മൾ വേണം. നമ്മൾക്കൊരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ഇഷ്ടങ്ങളുടെ കാര്യമാണ്. നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു രീതിയിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ ഒരു കലയോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും, പ്രാക്ടീസ് മനസ്സിലാവും. പിന്നെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കുട്ടികൾ അവരെടുക്കുന്ന പ്രമേയം കൂടി അവരെ സ്വാധീനിക്കും. എന്താണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവർ സമൂഹത്തിലേക്ക് അറിയാതെ അവരുടെ ഒരു ശ്രദ്ധ വരുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മത കൈവരിക്കാൻ പലപ്പോഴും കലയിലൂടെ സഞ്ചരിക്കുക നല്ലതാണ്. പുറമേ നിന്ന് കാണുന്ന പോലെയല്ല. അപ്പോൾ നമ്മൾ അകത്തൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പഠനവും അറിവും കൂടുതൽ തിരയാനൊക്കെയുള്ള ഒരു വലിയ ഭാഗ്യം. സർ, കുട്ടികളുടെ ഈ കഴിവുകളൊക്കെ കലോത്സവ വേദികളിൽ അല്ലെങ്കിൽ മത്സരങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആവരുതെന്നുള്ളതാണ്. അവിടെയാണ് കുട്ടികൾക്ക് സങ്കടം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോയല്ലോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. എല്ലാ ആളുകളും ഒരു പക്ഷേ നമ്മൾ ജയിച്ചു എന്ന് വരില്ല, എല്ലാവർക്കും സമ്മാനം കിട്ടിയെന്ന് വരില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാവാം. പക്ഷെ സമ്മാനത്തിന് അധിഷ്ഠിതമായ മറ്റൊന്നുണ്ടെന്ന് അവർ കുറേ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ അവർക്ക് സങ്കടം വന്നാലും അവർ ഈ ഓരോ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും പലരും കാണാറുണ്ടല്ലോ. ഈ വേദിയിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടു, കഴിഞ്ഞ 40 വർഷം മുമ്പ് പങ്കെടുത്തവർ, 20 വർഷം മുമ്പ് പങ്കെടുത്തവർ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കുട്ടിക്കാലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതർത്ഥത്തിലാണ് അന്വേഷിക്കാൻ പ്രേരിതമായത് എന്നുള്ളത് പങ്കെടുക്കുക എന്നുള്ളതാണ് മുഖ്യ. സമ്മാനം കിട്ടിയാൽ നമ്മൾക്ക് സന്തോഷം തന്നെ, പക്ഷെ പങ്കെടുക്കുക എന്നുള്ളതാണ് മുഖ്യമെന്ന് ഓരോരുത്തരും കരുതണം. അതെ. സാറ് പങ്കെടുത്തിട്ടുണ്ടോ കലോത്സവം? ഇല്ല, എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കലോത്സവത്തിൽ സാറ് നാടകങ്ങൾ കാണാൻ പോയെന്ന് പറഞ്ഞു. പലരും കലോത്സവത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ സാറിന് അങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരണം, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കണം, അങ്ങനെയൊക്കെ തോന്നൽ ഇങ്ങനെ പ്രായം കുറവായിരിക്കാം? ഇപ്പം ഞാൻ ചെയ്തത് ഒരു കുട്ടികളുടെ സിനിമയാണ്. ഇപ്പോൾ അതിൻ്റെ ചിത്രീകരണമൊക്കെ പൂർണ്ണ ആയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കലയിലൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാത്തവരെയും നമുക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പലപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവുണ്ടായാൽ പോലും ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളും
നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും ഒരവസരം അവരെ പ്രകടിപ്പിക്കാനൊക്കെ ഒരു ഇടം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കഴിവുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ടി വരും. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിൽ മുഴുവൻ അവരുടെ പ്രായം, വേഷം, രൂപം, പ്രമേയത്തിനോടനുബന്ധിച്ച് ശരിയല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടി വരും. അത് കഴിവില്ലാണ്ട് അല്ല, പക്ഷെ നമുക്ക് ഉള്ള പരിമിതി കൊണ്ടാണ് അത്. സാർ നാടകത്തിന്റെ വേദിയിലിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നാടകത്തിലെന്നല്ല, നാടകത്തിലായാലും മോണോ ആക്ടിലായാലും ഈവൻ സംഘനൃത്തത്തിലാണെങ്കിൽ പോലും ഭയങ്കര റെലവൻ്റ് ആയിട്ട് നമ്മൾ സമൂഹത്തിൽ സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പോൾ കുട്ടികൾ കലയിലൂടെ അവരൊരു പ്രതിഷേധമൊക്കെ പോലെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിനോട് എങ്ങനെയാണ് കാണുന്നത്? അല്ല, നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ നാടകത്തിലായാലും കാണുമ്പോൾ നമ്മളൊരു മുദ്രാവാക്യം പോലെ വിളിച്ചു പറയുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ശരിക്കും നമുക്ക് ഏൽക്കില്ല. അത് നമ്മളങ്ങനെ വെറുതെ എന്താ പറയുക, ഒരു ഇംപ്രൈസ് ചെയ്യുന്നല്ലാതെ നമ്മുടെ അകത്തേക്ക് കൊള്ളില്ല. അപ്പോൾ അത് പറച്ചിലല്ലാതെ, നമുക്ക് വിളിച്ചു പറച്ചിലല്ലാതെ തന്നെ എങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ഒരു ധ്വനിയിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ശുദ്ധകല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അല്ലാതെ വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഒരു റെലവൻ്റ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളെയും വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് മുഴപ്പിച്ച് നിർത്തുന്നൊക്കെ ഉണ്ട്. അതൊരാവശ്യമില്ലാത്ത പണിയാണ്. കല അത്ര കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്നാണോ? കോംപ്ലിക്കേറ്റഡ് ആവണം, സത്യം വിളിച്ച് പറയാനാണല്ലോ ആർട്ട് എന്നൊക്കെ പറയണത്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയക്കാരുടെ പണി കലാകാരന്മാരെടുക്കണ്ടെന്നുള്ളതാണ്. അതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ. നമ്മൾ തൃശ്ശൂർ കലോത്സവത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പേര് തൃശ്ശൂർക്കാരെല്ലാം പൂരം പോലെ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സംഘാടന മികവിൻ്റെ കാര്യം പലപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു കലോത്സവത്തെ പറ്റിയിട്ട്. അപ്പോൾ സാറിന് അത് എന്താ തോന്നുന്നത്, ഇവിടുത്തെ ഒരു കലോത്സവത്തിൻ്റെ സംഘാടനത്തെ പറ്റിയൊക്കെ? ഇല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊരു മോശപ്പെട്ട കാര്യമെന്ന് പറയില്ല. ഇത്രയധികം സംഘടിപ്പിക്കപ്പെടുക, കാരണം അതിൻ്റെ പിറകിലുള്ള അധ്വാനത്തെ നമ്മൾ ഏറ്റവും മൂല്യവത്തായിട്ട് കണക്കാക്കണം. കാരണം അത്രയധികം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും കുട്ടികളും ഒക്കെ വരും. അപ്പം ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ടാവാം. അത് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ കലോത്സവത്തിൽ നാടകം കണ്ടെന്ന് പറഞ്ഞു, നാടകം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഐറ്റം, അതെങ്ങനെ നാടകം അല്ലാതെ മറ്റെന്ത് കാണാനാണ് താല്പര്യമുള്ളത്? ഞാനങ്ങനെ തെരഞ്ഞു പിടിക്കാറൊന്നുമില്ല. കലയുടെ എന്ത് സംഭവത്തെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ നാടകം കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാടകത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഒരു കലയുടെ ഭാഗമായിട്ട് വരുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ ഒരുവിധ നാടകമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യർ വരും. അപ്പോൾ ഒരു സൗഹൃദത്തെ കൂടെ നമ്മൾ പുതുക്കിയെടുക്കുക എന്ന് കൂടിയുണ്ട്, നമ്മളെ കൂടെ ഒന്ന് നവീകരിക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഓരോ വർഷം നമ്മളോട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കല കാണുമ്പോൾ അതെങ്ങനെയാണ് നവീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മളെ കൂടി പഠിക്കാനുള്ളൊരു വഴിയാണ്. കാഴ്ച നമ്മളെ പഠിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ കലോത്സവത്തെ പ്രിയനന്ദൻ സാറ് കാണുന്ന കാഴ്ചയിലൂടെ നമ്മൾ കേൾക്കുമായിരുന്നു. അതായത് ഒരുപാട് വ്യത്യസ്തമാർന്ന ആളുകൾ വ്യത്യസ്തമാർന്ന രീതിയിൽ കലോത്സവത്തെ കാണുന്നുണ്ട്. സാറിന്റെ വ്യൂസ് ആണ് നമ്മൾ കണ്ടത്, കേട്ടത്. TCVയോട് പങ്കുവച്ചതിൽ സാറിന് ഒരുപാട് നന്ദി. എന്തായാലും ഈ ഒരു കലോത്സവം കണ്ട് നടക്കുന്നതിനിടയിൽ നമ്മുടെ TCV സ്റ്റുഡിയോയിലേക്ക് വന്നതിലും വിശേഷം പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷം. TCV നമ്മുടെ സ്വന്തം ചാനലല്ലേ? നമ്മുടെ സ്വന്തം TCV.